ഹായ് ഓൾ, വെൽക്കം ടു സഫാബ്സ്. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗജി സിൽക്ക് ഫാബ്രിക്കിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ഫാബ്രിക് ആണ് കേട്ടോ ഈ ഗജി സിൽക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൊഡാലിനേക്കാളും അടിപൊളിയാണ്. കാരണം ഉള്ളില് കോട്ടൺ ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉള്ളില് കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. നമ്മൾ മഷ്റൂം സിൽക്ക് ഒക്കെ പോലെ ഉള്ളിലെ കോട്ടൺ വരുന്ന ഈ ഗജി സിൽക്കും മഷ്റൂം സിൽക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഗജി സിൽക്കിന് കുറച്ചും കൂടി ഒരു സിൽക്ക് ഫിനിഷ് ആയിരിക്കും. ഇത് കണ്ട് ഞാനിപ്പോൾ വേറെ തിരിക്കുന്ന സെയിം തന്നെയാണ്. കുറച്ചും കൂടി ഒരു സിൽക്കി ഒരു ഫിനിഷിംഗ് ആയിരിക്കും ഈ ഒരു ഫാബ്രിക്കിന് വരുന്നത്. മഷ്റൂം സിൽക്ക് കുറച്ചും കൂടി സിൽക്ക് ഫിനിഷ് കുറവായിരിക്കും. മൊഡാൽ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത്. മഷ്റൂം സിൽക്കും ഗജി സിൽക്കും ഉള്ളിൽ കോട്ടൺ വന്നിട്ട് അതിൻ്റെ സിൽക്ക് ഫിനിഷിലുള്ള ഡിഫറൻസ് ആണ് ആ ഒരു പേരിന് മാറ്റം വരുന്നത് കേട്ടോ. നല്ലൊരു പ്രീമിയം എലഗന്റ് ലുക്കാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. അതാണ് ഏറ്റവും ഫസ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം. നമുക്ക് ചൂടെടുക്കുകയൊന്നുമില്ല. ഉള്ളിൽ കോട്ടൺ ആണ്, ഞാൻ ലൈനിങ് കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതും സെയിം ഫാബ്രിക് ആണ്. ബോട്ടം വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു വെറൈറ്റി ലുക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് എന്ത് ഫാബ്രിക് ആണ് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും ഇത് എന്ത് ഫാബ്രിക് കൊണ്ട് തയ്ച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് വന്നിട്ട് നല്ല കംഫർട്ട്, നല്ല ചൂടിനും കുറവുണ്ട്. നല്ല ബ്രീത്തബിൾ ഫാബ്രിക് ആണ്. പുറമേ നല്ല സുഖമാണ്. ഉള്ളിൽ കോട്ടൺ ആയതുകൊണ്ട് ഉള്ളിൽ നല്ലൊരു കൂളിംഗ് ഇത് കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ്. ആൻഡ് ഞാൻ പേരെതിരിക്കുന്ന ഒരു ഷിഫോൺ, നമ്മുടെ ക്രോഷറ്റ് ലേസ് വരുന്ന പ്യൂർ ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയായിട്ടാണ്. ഇത് ഡൈ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ്. സോ നമ്മൾ ഇന്ന് കുറേ ഷെയ്ഡ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ദുപ്പട്ടയല്ല, ദുപ്പട്ട ഞാൻ കാണിച്ചു തരാം. ദുപ്പട്ട നിങ്ങൾക്ക് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പെയർ ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി ഇങ്ങനത്തെ ക്യാരി ചെയ്യാൻ എളുപ്പമുള്ള ദുപ്പട്ട ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇട്ടിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇത് നല്ലൊരു ഫംഗ്ഷൻ, വേറെ ഒരു നൈറ്റ് ഫംഗ്ഷനൊക്കെ, ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്, അങ്ങനത്തെയൊക്കെ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് ഒരു നൈറ്റ് ഫംഗ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. കാരണം നല്ലൊരു ഹെവി ദുപ്പട്ട കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാം. വിത്തൗട്ട് ദുപ്പട്ടയും ഇടാൻ പാത്രമാണ് ഞാൻ ഒരു നെക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഈ ദുപ്പട്ട ഇല്ലാണ്ട് വെയർ ചെയ്താലും നല്ലൊരു കോട്ട് സെറ്റ് പോലെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. ആൻഡ് ഓഫീസ് ഗോയിങ് ആയിട്ട് ഇടാം. എന്ത് ഒക്കേഷൻ നമ്മുടെ ഇഷ്ടത്തിന്, നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ 320 ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതിന്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്, നമുക്ക് ഓരോ ഷെയ്ഡ്സ് ആയിട്ട് കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴയാണ്. സോ മൂവാറ്റുപുഴ നമ്മുടെ ഷോപ്പിലും ഈ ഫാബ്രിക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളാം. ഫസ്റ്റ് തന്നെ ഞാൻ വരുത്തിരിക്കുന്ന ഷെയ്ഡ് കാണാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ കളറാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, ഞാൻ വേറെ ഇത് കാണിച്ച സെയിം ഫാബ്രിക് തന്നെയാണ്. ഞാൻ ഈ ഒരു പാറ്റേണിൽ കോളർ ഒരു ഇതുപോലെ ഒക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വിത്തൗട്ട് ദുപ്പട്ടയും ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് ദുപ്പട്ട വേണമെങ്കിൽ നമുക്ക് ഡൈ ചെയ്ത് ആ ഷിഫോൺ ദുപ്പട്ടയിലേക്ക് ചെയ്തെടുക്കാം. ഇല്ലാതെ നിങ്ങൾക്ക് വിത്തൗട്ട് ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ്. 320 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചസ് വിത്ത് വരും. അടുത്ത ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആണ്. ഇങ്ങനെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ, അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. 44 ഇഞ്ചസ് ആണ് വിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു ഫാബ്രിക്. ഇത് വീഡിയോയിൽ കുറച്ചും കൂടി ഭയങ്കര ഒരു സിൽക്കി, ഒരു ഗ്ലേസിംഗ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ അത്രയും ഗ്ലേസിംഗ് ഇല്ല. നമുക്ക് നന്നായിട്ട് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ ഞാൻ ഇൻട്രോ വീഡിയോ എടുത്തില്ലായിരുന്നു, അവിടെ വെച്ച് എടുത്തപ്പോഴുള്ള അതേ ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ആ ഒരു ലുക്ക് തന്നെയാണ് ഫാബ്രിക്. കാരണം ഇത്രയും സിൽക്കി, കുറച്ചുകൂടി സിൽക്കി ഫിനിഷിലാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നത്. അത്രയും തിളക്കമില്ല കേട്ടോ. ഇങ്ങനെ വരുന്നു അടുത്ത ഷെയ്ഡ്. ഇത് മേടിച്ചവർ ആക്ച്വലി കുറച്ച് റിവ്യൂസ് ആയിട്ട് കമന്റ് ഇടും, അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാലോ. ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഷെയ്ഡ്. കറക്റ്റ് കപ്പങ്ങ പഴത്തിന്റെ പഴുത്ത കപ്പങ്ങയുടെ ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. മാംഗോയിൽ വന്നോ കപ്പങ്ങ ആ ഒരു പഴത്തിന്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 320 പെർ മീറ്റർ, 44 ഇഞ്ചസ് വിട്ട്. അപ്പൊ നമുക്ക് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു കോഫി ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഒരു കോഫി ഷെയ്ഡ്, കോഫി ബ്രൗൺ ആണ്. ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. നല്ല റെയർ ഷെയ്ഡുകളാണ് കേട്ടോ. ഇത് നമുക്ക് മൊഡാലിലൊന്നും ഈ ഷെയ്ഡ് നിങ്ങൾക്ക് കിട്ടില്ല. ഇങ്ങനെ വരുന്നു ഷെയ്ഡ്. ഇതിന്റെ എല്ലാ ഷെയ്ഡും എടുക്കാൻ തോന്നുക, കാരണം ഭയങ്കര സുഖമാണ് ഇടാനായിട്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒട്ടും ചൂടെടുക്കുന്ന, വെറുതെ പറഞ്ഞല്ല കേട്ടോ, ഒട്ടും ചൂടെടുക്കുന്നില്ല. എനിക്ക് കുറേ പേര് റിവ്യൂ ആയിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല സുഖമാണ് വാഷ് ചെയ്ത് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ മോർ ഷെയ്ഡ്സിനായിട്ട് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നല്ല ധൈര്യമായിട്ട് എടുത്തോളാം. നല്ല ഫാബ്രിക് ആണ്. ഇങ്ങനെ വരുന്നു. 320 പെർ മീറ്റർ. 320ക്ക് നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് 450 ഇട്ടാലും മേടിക്കാൻ ആളുകളുണ്ടാവും. കാരണം പ്ലെയിൻ മൊഡാലിന് എനിക്ക് തോന്നുന്നു ആ ഒരു റേറ്റ് ആണ് വരുന്നത്. പ്ലെയിൻ മൊഡാലിന് 300 400 സംതിങ്ങിനാണ് ആ ഒരു റേറ്റിനേക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏകദേശം റേറ്റ് തന്നെ നമുക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു ഫാബ്രിക് ആണ്.
സോ നിങ്ങൾക്ക് ഇത് വർത്തായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ, പെട്ടെന്ന് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു വൈൻ മിക്സ് ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലേക്ക് വരുന്നു. ഇതാണ് നെക്സ്റ്റ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് ആയിരുന്നു കണ്ട. ഇനി നമുക്കൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ പിങ്ക് ടോൺ ആണ്, നല്ല ഭംഗിയുള്ള ഒരു ബേബി പിങ്ക് ടോൺ ആണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. 320 per meter, 44 inches വിട്ട്. അടുത്ത ജെറ്റ് ബ്ലാക്ക് ആണ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഷെയ്ഡ്. ജെറ്റ് ബ്ലാക്ക് കളർ നമുക്ക് എല്ലാ ബ്ലാക്ക് എന്തായാലും ഉറപ്പായിട്ട് എടുത്തോ നിങ്ങൾ. പിന്നെ ബെയ്ജ് ഉണ്ട്, ബെയ്ജ് നിങ്ങൾ ഉറപ്പായിട്ട് എടുത്തോ. ബെയ്ജ് വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. സോ ബ്ലാക്കും ബെയ്ജും പിന്നെ ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി എടുത്തോ. ആ പേസ്റ്റൽ പിങ്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാ ഷെയ്ഡിൽ നിന്നും ഒരു 2.5 മീറ്റർ വെച്ചെടുത്ത് തയ്ച്ചോ. ഞാൻ ഇതിന്റെ പാൻറ്റും തയ്ക്കാനായിട്ട് കൊടുത്തു, നല്ല സുഖമുണ്ട് ഇടാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിന്റെ ബോട്ടം കൊടുത്തിട്ടുണ്ട്. സോ രണ്ടും കൂടെ ഒരുമിച്ച് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് 4.5 meters ആണ് വേണ്ടത് ടോപ്പും ബോട്ടവും തയ്ക്കാനായിട്ട്. ഇങ്ങനെ വരുന്നു. എ ലൈനൊന്നും അത്ര ഭംഗി ഉണ്ടാവില്ല, സ്ലിറ്റഡ് ടോപ്പിനായിരിക്കും കേട്ടോ കുറച്ചുകൂടി ഭംഗി വരുന്നത്. സ്ലിറ്റഡ് ടോപ്പും പാരലൽ പാൻസിനും ആയിരിക്കും ഭംഗി വരുന്നത്. ആൻഡ് സാരിക്ക് പറ്റുമെന്ന് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. സാരിക്ക് പറ്റില്ല, നമുക്ക് ടോപ്പ് അടിക്കാനാണ് നല്ല കൊള്ളാവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ബേജ് ഷെയ്ഡ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ, നല്ലൊരു ഐവറി ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പെട്ടെന്ന് എടുത്തത്. ഇതിപ്പോൾ ഏതെടുക്കുന്നല്ലേ കൺഫ്യൂഷൻ, എല്ലാത്തിൻ്റെയും 2.5 എടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, കാരണം എല്ലാം കണ്ടിട്ട് എല്ലാം നല്ല ഭംഗിയുണ്ട്. ഇപ്പം എനിക്കാണല്ലോ ഇത് ഇട്ടിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തയ്ക്കാൻ, ഞാൻ ബേജ് ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് എനിക്കുണ്ട്, ഇനി ഇതും ഉണ്ട്. ഇനി വേറെ ഏതെടുക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഉപയോഗിച്ച് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക, അപ്പോൾ ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റുമല്ലോ. ഇങ്ങനെ വരുന്നു. 320 per meter, 44 inches വിട്ട്. സോ ഇതാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ദുപ്പട്ട. സോ ഈ ദുപ്പട്ടയിലേക്ക് നമുക്ക് ഡൈ ചെയ്ത് നമ്മളിപ്പോൾ കണ്ടുള്ള ഏതെങ്കിലും ഷെയ്ഡിലേക്ക് നിങ്ങൾക്ക് ഡൈ ചെയ്ത് ദുപ്പട്ടയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ദുപ്പട്ട 650 rupees വരുന്ന പ്യുവർ ഷിഫോണിൽ ക്രോഷറ്റ് ലേസ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് കേട്ടോ ഇത്. ഇങ്ങനെ വരുന്നു. ഇതാണ് ലേസിൻ്റെ ഒരു ഇത് വരുന്നത്. നിങ്ങൾക്ക് ഈ വൈറ്റ് ദുപ്പട്ട മാത്രം പർച്ചേസ് ചെയ്യണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ 2 എൻഡിലും ആയിട്ട് ഇതാ ഇങ്ങനെ ഒരു ലേസ് വരും, ക്രോഷറ്റ് ലേസ്. 2 സൈഡിലും ആയിട്ട് ഈ ഒരു ചെറിയ ലേസ് വരുന്നത്. 650 rupees വരുന്ന ദുപ്പട്ടയാണ്. സോ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ടൈ ചെയ്ത് വെറുതെ ഇങ്ങനെ ഇടാനൊക്കെ ആയിട്ടൊക്കെ വേണമെങ്കിൽ നല്ലൊരു ദുപ്പട്ടയാണ് കേട്ടോ. സോ ഈ ദുപ്പട്ട നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഡൈ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. എത്ര മീറ്റർ വേണമെന്നുള്ളത് നിങ്ങൾ അവൈലബിലിറ്റി ചോദിക്കുമ്പോൾ തന്നെ പറയുക. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.